എനിക്ക് ഏറ്റവും കൂടുതൽ അതിലൊരു അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഒരു സ്ത്രീകളാണ് കൂടുതലും. ഫുൾ മാർക്കൊന്നും ഞാൻ കൊടുക്കത്തില്ല. ഷോൺ ജയിക്കണം. തെരഞ്ഞെടുപ്പ് ചൂടാണല്ലോ. പാലായിലെ NDA സ്ഥാനാർത്ഥി ശ്രീ ഷോൺ ജോർജിന്റെ ഭാര്യ, പൂഞ്ഞാർ മുൻ MLA ശ്രീ PC ജോർജിന്റെ പുത്രവധു, കൂടാതെ കേരളത്തിന്റെ പ്രിയങ്കരനായ ശ്രീ ജഗദീഷ് കുമാറിന്റെ മകൾ ശ്രീ പാർവതിയാണ് നമ്മൾ കൂടിയിരുന്നത്. ചാക്കോച്ചൻ എന്ന ഷോൺ ജോർജിനെ എവിടെ വെച്ചാണ് ആദ്യമായി കാണുന്നത്? കുറച്ച് പുറകോട്ട് പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു കോളേജിലാണ് LLB പൂർത്തിയാക്കുന്നത്. എൻ്റെ സീനിയർ ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കോളേജിൽ അങ്ങനെ ഒരുമിച്ച് ഒരു കലാലയ പ്രണയമൊന്നുമില്ല. ഞങ്ങളുടെ എന്താണ് പറയുന്നത്, ഓൾഡ് സ്റ്റുഡൻസ്, അവരുടെ അല്ല സ്റ്റുഡൻസിലെ സീനിയേഴ്സിൻ്റെ അവർ അതന്നെ അതിൻ്റെ ഒരു പാർട്ടിയിൽ വെച്ചാണ് ഇതിനെ കാണുന്നത്, സംസാരിക്കും. അത് പിന്നെ സൗഹൃദം എപ്പോഴോ പ്രണയത്തിലായി, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള ഈ ഇതൊക്കെ കുറേ മാഗസീൻസും അന്നത്തെ ഗോസിപ്പ് കോളങ്ങളൊക്കെ ഇഷ്ടംപോലെ കുറേ എങ്ങനെ എഴുതിയിട്ടുണ്ടെന്നല്ലാതെ വി ഹാഡ് എ ഗുഡ് റിലേഷൻഷിപ്പ്. അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. പിന്നീടാണ് ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയത് നമുക്കൊരു വിവാഹ ജീവിതത്തിലേക്ക് കിടക്കാൻ. അതന്നെ ഈ പറഞ്ഞ അങ്ങനെയല്ല, ലവ് വിത്ത് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അതൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ. ഞങ്ങള് സൗഹൃദം അത് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു ഇതിലായിരുന്നു. കോളേജ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. LLB എൻ്റെ സീനിയറാണ്, ഒരുമിച്ചല്ല ഒരു കോളേജിലായിരുന്നു. അന്നോട്ടേ ഉണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം. അങ്ങനെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ കണ്ട് ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. അങ്ങനെ അല്ല, അപ്പോ ഈ കലാലയത്തില് ബാക്കി പ്രശ്നങ്ങളൊന്നും ഇതിന്റെ ഒരു പേരില് കലാലയത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു? പ്രശ്നങ്ങൾ ഉദ്ദേശിച്ച് മറ്റുള്ളവരുടെ എതിർപ്പോ അങ്ങനെയുള്ളതൊന്നും? അപ്പോൾ കലാലയത്തിൽ ഇപ്പം നമ്മൾ പ്രണയത്തിലാവുന്നത് കലാലയത്തിലെ എതിർപ്പ് എന്തിനാണ് നമ്മൾ നോക്കേണ്ട കാര്യം? നമ്മൾ നമ്മുടെ വീട്ടിൽ പാരൻസിനെ ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ. പിന്നെ അവര് പപ്പ ഭയങ്കര, എൻ്റെ ഫാദർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അമ്മയ്ക്ക് പറഞ്ഞ പോലെ അനിയൊരു റിലീജിയൻ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് എല്ലാ അമ്മമാർക്കും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് അതൊന്നും ഒരു വിഷയമല്ലാണ്ടായി. അതെ അതെ അതെ, അത്ര കല്യാണം കഴിഞ്ഞിട്ട് പൂഞ്ഞാറിന് വന്ന് തിരുവനന്തപുരം വിട്ട് പൂഞ്ഞാറിലേക്ക് വരുന്നതിന്റെ ഒരു കൾച്ചറൽ ഷോക്കും അങ്ങനെയുള്ള എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്ന എൻ്റെ അമ്മ വീട് ഇതിനു മുന്നേ അറിയാത്തത്, എൻ്റെ അമ്മ വീട് കാഞ്ഞിരപ്പള്ളിയാണ്. അപ്പം കാഞ്ഞിരപ്പള്ളിക്കാരിയാണ് എൻ്റെ അമ്മ. അപ്പം ഞങ്ങൾക്ക് ഈ സ്ഥലം ഒരു പുതുമയുള്ള സ്ഥലമൊന്നുമല്ല. ഞങ്ങളുടെ വെക്കേഷൻസ് എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി കസിൻസിൻ്റെ കൂടെയൊക്കെയാണ്. അപ്പോൾ പക്ഷേ കല്യാണം ഈ പറഞ്ഞ, ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ട്രിവാൻഡ്രം. അപ്പോൾ പിന്നെ ആ ഒരു എന്താ പറയുന്നത്, ഒരു എന്താ പറയുന്നത്, ടൗണിൽ ഉള്ള ഒരു ആംബിയൻസ് ഒന്നും ഇങ്ങോട്ടില്ല. ഇവിടെ കുറച്ചും കൂടെ ഭൂപ്രകൃതി പറഞ്ഞല്ലോ, വളരെ ശാന്തസുന്ദരമായ സ്ഥലം എന്നൊക്കെ ഉള്ളൂ. അതെ, ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ആ ഒരു ലൈഫ് സ്റ്റൈലിലുള്ള പാർട്ടിയല്ലായിരുന്നു. അതെ അതെ അതെ, അറിയാമല്ലോ. പക്ഷെ അത് വലിയ അഡ്ജസ്റ്റ് ആകാത്ത അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ആസ് എ ഹസ്ബൻഡ് ചാക്കോച്ചൻ പറ്റി എന്താണ് പറയാനായിട്ട്? ആസ് എ ഹസ്ബൻഡ് ഫുൾ മാർക്കൊന്നും ഞാൻ കൊടുക്കത്തില്ല. പിന്നെ എന്താ പറയുന്നത്, ഓഫ് കോഴ്സ് ഹി ഈസ് എ ഗുഡ് ഹസ്ബൻഡ്, സപ്പോർട്ടീവാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം പൊതുവേ ഭയങ്കര സീരിയസ്നെസ്സോടെ കാണുന്ന ഒരാളാണ്. ഹി ഈസ് വെരി സീരിയസ് പേഴ്സൺ ഞാൻ കണ്ടെടുത്തോളം. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഭയങ്കര ഇമ്മച്ചുറും എല്ലാം എപ്പോഴും ജോവിയൽ, വെരി ഫണ്ണി ടൈപ്പാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ടായി. ആസ് എ ഫാദർ ഹി ഈസ് എ ഗുഡ് ഫാദർ പലപ്പോഴും തോന്നിയിട്ട്. പിന്നെ ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ ഞാൻ അതിലൊരു നീരസം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും നമുക്കൊരു ക്വാളിറ്റി ടൈം ഉണ്ടായിട്ടില്ല. കാരണം കല്യാണം കഴിഞ്ഞ് ഫുൾ ടൈം രാഷ്ട്രീയ ജീവിതമാണ്, രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് എൻ്റെ പുതുമോടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കല്യാണം കഴിച്ചാലും ഇത് പറഞ്ഞ പോലെ ഇപ്പോഴും ആ ഒരു ഫസ്റ്റ് ടൈം കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും, ഹണിമൂണ്, അങ്ങനെ ഇങ്ങനെ പുറത്ത് കറങ്ങാൻ പോകണം, അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകണം, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞങ്ങളുടെ ലൈഫിലേ ഉണ്ടായിട്ടില്ല. വളരെ വളരെ ചുരുക്കം. അന്ന് തൊട്ടേ പുള്ളി രാഷ്ട്രീയ പ്രവർത്തനം സജീവമായിരുന്നു, പൊളിറ്റിക്സ്. തീർച്ചയായിട്ടും. പക്ഷെ രാഷ്ട്രീയ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കംപ്ലീറ്റ് അതൊരു ഇൻവോൾവ് ചെയ്ത് എന്താ പറയുക 100% ഇൻ ടു പബ്ലിക് എന്നുള്ള ഒരു ഇത് നമ്മളൊരിക്കലും എക്സ്പെക്ടേഷൻ അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ പിന്നെ പിന്നെ ഞാൻ കുറച്ചും കൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കി, അടുത്തറിഞ്ഞ് ഒക്കെ പരിചയപ്പെട്ട് വന്നപ്പോൾ എനിക്ക് തോന്നി
ദാറ്റ് ഹീസ് ഡൂയിങ് സംതിങ് ഗുഡ്. നാട്ടുകാർക്കും എന്ന് പറഞ്ഞ സാമൂഹികമായ ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ഒത്തിരി പേര് അദ്ദേഹത്തിൻ്റെ പിന്നാലെ അണികളായിട്ടും ആരാധിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി നമ്മുടെ നാട്ടിൽ വേണം, അനിവാര്യമാണെന്ന് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയപ്പം ഞാൻ തന്നെ പിന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ പാഷനിലേക്ക് ഞാൻ അങ്ങ് വിടുമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഭയങ്കര എന്താ പറയുക കംപ്ലൈൻറ്റ് ബോക്സ് ആയിരുന്നു. എനിക്ക് അങ്ങനെയില്ല, എനിക്ക് ഇങ്ങനെയില്ല, ആസ് യൂഷ്വൽ എല്ലാ പെണ്ണുങ്ങളെയും പോലെ തിരക്കിൻ്റെ. പക്ഷെ പിന്നെ പിന്നെ ഞാൻ ഐ എം യൂസ് ടു ഇറ്റ്. പിന്നെ ഞാനും വളരെ വൈകിയാണ് ടു പ്രൊഫഷൻ വന്നത്. സോ വി ഗോട്ട് യൂസ് ടു ഇറ്റ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാമൂഹിക സേവനം, ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് ഒക്കെ വളരെ ഇഷ്ടത്തിലാണ്, സപ്പോർട്ടീവായിട്ട്. ഞാനുണ്ട്, ഞാൻ വക്കീലാണ്. 4 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. പാല മൂന്നാനി പ്രാക്ടീസ് ചെയ്യുന്നു. ഈ ചാക്കോച്ചൻ ഈ പറഞ്ഞ പോലെ കളിക്കാനായിട്ട് പോകും, രാഷ്ട്രീയമുണ്ട്, വക്കീൽ ജോലിയുണ്ട്. അദ്ദേഹത്തിന്റെ ടൈം മാനേജ്മെന്റ് എങ്ങനെ എന്തുമാത്രം പ്രിസൈസാണ്? പിന്നെ ഒബ്വിയസ്ലി ഫാമിലിക്ക് സമയം വേണമല്ലോ. അദ്ദേഹത്തിന്റെ ടൈം മാനേജ്മെന്റ് എങ്ങനെ ആണ്? കാരണം ഒരാളെ കൊണ്ട് ഓടിയെത്താൻ പറ്റുന്ന ദൂരത്തിലൊന്നും അല്ല നമ്മൾ ജാക്കോബ്സിനെ കാണുന്നത്. അല്ല, എല്ലാം ഭയങ്കര ചിട്ടയായിട്ട് ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ഫുൾ പ്ലാനിങ് ആണ്. എപ്പോഴും യൂസ് ടു റൈറ്റ് ഡയറിയിൽ എല്ലാ കാര്യങ്ങളും രാവിലെ ഇത്ര സമയം ഇത്ര സമയം ഇന്നടുത്ത് ഇങ്ങനെ. അതിപ്പം ഇലക്ഷൻ വന്നുകൊണ്ട് മാത്രമല്ല കേട്ടോ, അല്ലാത്ത സമയത്തും പുള്ളിക്ക് ഒരു രാവിലെ ഉണ്ടെങ്കിൽ രാവിലെ വർക്കൗട്ട് ചെയ്യുക, എക്സസൈസ്. അന്ന് രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വൈകുന്നേരം എക്സസൈസ്. എല്ലാത്തിലും ഒരു ചിട്ട ഉള്ള മനുഷ്യനാണ്. വെരി വെൽ പ്ലാൻഡ് ആയിട്ടുള്ള, നല്ല വെൽ ഡിസിപ്ലിൻ, വെൽ പ്ലാൻഡ് ആൻഡ് ഒത്തിരി എന്താ പറയുക ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഭയങ്കര ഒരു കാര്യത്തെ എന്തെങ്കിലും ഏറ്റെടുത്താൽ അതിൽ ആത്മാർത്ഥത 100% കൊടുക്കണ ഒരു വ്യക്തിയാണ്. ഫുള്ളി ഇൻവോൾവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിലേക്ക് വന്നപ്പോൾ തന്നെ ഹി വാസ് ലൈക്ക് ഒരു 6 months മുന്നേ ഹി വാസ് വെൽ ഓർഗനൈസ്ഡ് ആൻഡ് വെൽ പ്ലാൻഡ് അബൌട്ട് വാട്ട് ടു ഗെറ്റ് ഇൻ ടു ഇറ്റ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അല്ല, ഇപ്പൊ ഇങ്ങനെ സമയമില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ, ഏറ്റവും കൂടുതൽ സാമൂഹിക ബന്ധങ്ങൾക്ക് നിലവെക്കുന്ന ഒരാള്, അതേസമയം ഇതുപോലെ തിരക്കുള്ള ഒരാളും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് 2 കുട്ടികളല്ലേ? ഈ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ രണ്ട് പ്രഗ്നൻസി സമയത്തും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഞാനിവിടെ ആദ്യത്തെ ഒരു 3 months ഉണ്ടായിരുന്നു. പുള്ളി ഫുള്ളും എൻ്റെ പാരൻസിൻ്റെ കൂടെ തന്നെയായിരുന്നു. കാരണം രണ്ടും ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഞാൻ കൺസീവ് ചെയ്തിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫസ്റ്റ് ഇലക്ഷൻ ഫാദറിലൂടെ ഞാൻ ചെന്ന് കയറിയ ഉള്ള ഇലക്ഷൻ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് മോൾ ഉണ്ടായതിനു ശേഷം അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്നത്. അത് 2 ഇലക്ഷൻ. ദിസ് ഇസ് ദ തേർഡ് വൺ. അപ്പൊ ഈ ഇത്രയും തിരക്കുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യയായിട്ട് പ്രവർത്തിക്കുക, അതേസമയം താങ്കളും പ്രാക്ടീസ് ചെയ്യുന്നത്, ചലഞ്ചസ് ഇല്ലേ ലൈഫില്? പിന്നെ ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പണ്ടത്തെ എന്ന് പറയുമ്പം എൻ്റെ മദർ-ഇൻ-ലോയെ സംബന്ധിച്ച് അവർ ഈ പറഞ്ഞ പോലെ ഈ ബിസിനസ്സും ഉണ്ട്, എൻ്റർപ്രനറാണ്, അവർക്ക് അവരുടേതായ ബൊട്ടീക്ക് ഉണ്ട്. അതേസമയം വീട്ടുകാര്യം നോക്കും, അതേസമയം കുട്ടികളുടെ കാര്യം നോക്കും, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ദേ ഓൾ ഇൻവെസ്റ്റ് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് അവർ എന്താ പറയുന്നത് ഫുൾ ടൈം ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മദറിൽ. എൻ്റെ അമ്മയാണെങ്കിലും ഒക്കെ അങ്ങനത്തെ എനിക്കൊന്നും ആ ജനറേഷൻ. പക്ഷെ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പാഷൻ, എൻ്റെ കരിയർ, കൂടെ എൻ്റെയും കൂടെ കുറേ കാര്യങ്ങൾ സെൽഫ് ഓണർ ചെയ്യുക. നമ്മൾക്ക് നമ്മുടേതായ ഒരു പാഷനൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കാര്യങ്ങളും കൂടെ നോക്കി ഇതിന് ശേഷം ഞാൻ പിള്ളേരുടെ കാര്യം നോക്കും. പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ അവരവരുടെ തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ പാരൻറ്റിങ്, അങ്ങനെയാണ് ഇൻഡിപെൻഡൻറ്റ്. അങ്ങനെ അവരെല്ലാവരും തന്നെ ചെയ്യണം. പിന്നെ ഷോണിനാണെങ്കിലും പുള്ളി ഒരിക്കലും എല്ലാം ചെയ്തു തരണം എന്നുള്ള ഒരു ഹസ്ബൻഡ് അല്ല. ദാറ്റ്സ് ദ തിങ്. എൻ്റെ ഫാദറിലോ അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും എൻ്റെ മദറിലോ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത് രാവിലെ. പക്ഷെ ഷോൺ അങ്ങനെയല്ല. ഷോൺ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ബെഡ് കോഫി എനിക്ക് ഉണ്ടാക്കി തരും, പുള്ളി എടുക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ പറ്റുകയാണെങ്കിൽ എൻ്റെ കൂടെ കിച്ചണിൽ കയറും, എന്നെ സഹായിക്കും. അങ്ങനെ എനിക്ക് തോന്നി നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡാണ്. നമുക്ക് തൊട്ട് മുന്നേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്കത് ഈസി ആയിട്ട് തോന്നി. കാരണം എനിക്ക് എൻ്റെ കരിയറും നോക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കുട്ടികളുടെ കാര്യമാണെങ്കിലും വല്ലാണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പൊതിഞ്ഞ് അങ്ങനെ വളർത്തുന്ന ഒരു പാരൻ്റ് അല്ല ഞാൻ. അവർക്ക് അവരുടേതായ ഡിസിഷൻ, അവരുടേതായ ഇതൊക്കെ ഉണ്ടല്ലോ. മൂത്താള് ഇപ്പോൾ 10th ഇളയാള് 5th. എന്നാലും അവരവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ മാനേജ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും
പുള്ളി അതിൻ്റെ ഒരു ഫ്രീഡം നമുക്ക് തരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഞാനും ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. സോ എനിക്കത് ഈസിയാണ്, ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നില്ല. വി സപ്പോർട്ട് ഈച്ച് അതർ. അടുക്കള കയറുന്ന വെച്ചാൽ കുക്ക് ചെയ്യുന്നല്ല, എന്നെ സഹായിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. അതൊക്കെ പിന്നെ ഇല്ല 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 അല്ല, എൻ്റെ അച്ഛൻ നല്ലൊരു കുക്കായിരുന്നു. മൈ ഫാദർ യൂസ് ടു കുക്ക് ഡെലീഷ്യസ് ഫുഡ്. എനിക്ക് രാഷ്ട്രീയം ഇല്ല. എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പം ഷോൺ ജോർജ് ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. പിന്നെ എനിക്ക് എസ്പെഷ്യലി വി ആർ വർക്കിംഗ് ഫോർ BJP, ഭാരത് ജനതാ പാർട്ടിയുടെ ഇതിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. എനിക്ക് കോളേജിലൊരു പാർട്ടി ഇല്ലായിരുന്നു, സ്കൂൾ അങ്ങനത്തെ ഒന്നും എനിക്ക് യാതൊരു എന്നെ അറിയാവുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് അറിയാം, അതങ്ങനെയൊന്നുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് എന്താണോ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തിന് ഗുണം ഉണ്ടാവുന്ന ഏത് പാർട്ടിയാണെങ്കിലും അതിൻ്റെ ഞാൻ അനുകൂലിക്കുക എന്നുള്ള, നാടിനെ നശിച്ച് വെണ്ണീറായി കാണുന്ന ഒരു പാർട്ടിയോട് ഞാൻ യോജിക്കുന്നില്ല. നമ്മുടെ നാട്ടിന് ഡെവലപ്മെന്റ്സ് ഉണ്ടാവണം, അല്ലേ? തൊഴിലവസരങ്ങൾ ഡെഫിനറ്റ്ലി തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. ഈ പറയുന്ന പോലെ ഒത്തിരി ഫാമിലീസിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ന്യൂജനൊക്കെ പുറത്തു പോയി അവിടുത്തെ സ്റ്റഡീസ് പൂർത്തിയാക്കിയിട്ട് പുറത്തു പോയി ജോലി ചെയ്യുന്നവരാണ്. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർക്ക് ജീവിക്കാനുള്ള ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം, അല്ലെ? ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ റൈറ്റ്സ്, ഇതൊക്കെ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ആവശ്യമാണ്, ഏതൊരു നാടിനും ആവശ്യമാണ്. അതിന് വളരെ സിൻസിയറായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ കൂടെയാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് എന്നുള്ളത് എൻ്റെ ഒരു അഭിമാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ആ പാർട്ടിയുടെ ഒരു കാൻഡിഡേറ്റ് ആണ് എൻ്റെ ഹസ്ബൻഡ് ഷോൺ ജോർജ് എന്ന് പറയുന്നത്. എനിക്ക് അതിലേറെ അഭിമാനം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഷോൺ എന്ന രാഷ്ട്രീയക്കാരിൽ കാണുന്ന ഏറ്റവും അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താണ്? അത് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈസ് വെരി ഡെഡിക്കേറ്റഡ്, വെരി സിൻസിയർ പേഴ്സൺ. ഏതൊരു കാര്യം എടുത്താലും അതിനു വേണ്ടി അതിനെ പഠിച്ച് കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടൊരു കാര്യം, ഈസ് നോട്ട് അറ്റ് ഓൾ ഒരു ക്രൗഡിൻ്റെ അടുത്ത് എന്നാൽ ആ ക്രൗഡിൻ്റെ അടുത്ത് വളരെ സ്റ്റബോണായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈസ് വെരി കാം ആൻഡ് കൈൻഡ്, ഭയങ്കര പേഷ്യൻസോട് കൂടി തന്നെ വളരെ ടാക്ട്ഫുള്ളായിട്ട് ക്രൗഡിനെ മാനേജ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈസ് എ വെരി ഗുഡ് പൊളിറ്റീഷ്യൻ അക്കോർഡിംഗ് ടു മീ. അതുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയ നേതാവെന്നുള്ള പുള്ളിക്ക് 100-ൽ മാർക്ക് കൊടുക്കും. അതാണ് പറയുന്നത്. ഇലക്ഷൻ വർക്കിനൊക്കെ ഇറങ്ങിയല്ലോ, അപ്പോ മനുഷ്യർ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്താണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വോട്ടർമാരുടെ ഒരു റെസ്പോൺസ് ആയിട്ട് കാണുന്നത് എങ്ങനെയാണ്? അത് ഭയങ്കര എനിക്ക് സന്തോഷം തോന്നി. കാരണം എവ്രി വൺ ഈസ് ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഇപ്പോൾ പാലായിൽ BJP അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ പോണേ, എങ്ങനെയാണ് അവരതിനെ കാണുന്നത്. പക്ഷേ ദേ ആർ ഓൾ വെരി പോസിറ്റീവ്. എനിക്ക് ഏറ്റവും കൂടുതൽ അതിലൊരു അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഒരു സ്ത്രീകളാണ് കൂടുതലും. കുറച്ചും കൂടെ മുന്നിട്ട് ഇറങ്ങി ഷോൺ ജയിക്കണം എന്ന് നമ്മുടെ അടുത്ത് ആത്മാർത്ഥ, ചിലപ്പോൾ എന്നെ കാണുന്നതുകൊണ്ടായിരിക്കും എൻ്റെ കൈ പിടിച്ച് വരുന്ന ഷോൺ ജയിക്കണം, അമ്മമാരുടെ പ്രായമുള്ളൊരു മോൻ ജയിക്കണം, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ മഹിളാ മോർച്ച ഇതിലാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്കതിൽ മനസ്സിലാക്കിയൊരു കാര്യം, കൂടുതലും യൂത്തായിട്ടുള്ള ഒത്തിരി പെൺകുട്ടികൾ, വളരെ സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടികൾ, അവർ ഭയങ്കരമായിട്ട് ഇതിന് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇറങ്ങി വന്ന് ഷോൺ ചേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം, മെയിനായിട്ടുള്ളൊരു കാര്യം, ഹീസ് വെരി യങ്. ഈ ഒരു ഇനി ഒരു നെക്സ്റ്റ് പാലായുടെ ഒരു വളർച്ച എന്ന് പറയുമ്പോൾ പുള്ളി ഭയങ്കര യങ് ആണ്. എനിക്കിന്ന് കുറച്ചും കൂടെ യൂത്ത്സിനൊക്കെ ഭയങ്കരമായിട്ടൊരു കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് കുറച്ചും കൂടെ പഠിച്ച കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, സോഷ്യൽ മീഡിയ ആണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്തിടുന്നത് കൊണ്ട് ഒത്തിരി പേർക്കത് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് കൂടി ഞാനൊരു കുടുംബയോഗത്തിൽ പോയപ്പോഴും മെജോറിറ്റി ഇവിടെ സ്ത്രീകളാണ് എല്ലാം കൂടുതലും വരുന്നത്. എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതൊരു പാർട്ടീനെക്കാട്ടും നമ്മുടെ ഇതിനൊക്കെ പോകുമ്പോഴത്തേനും കൂടുതലും സ്ത്രീകൾ ഭയങ്കരമായിട്ട് സ്മാർട്ടായിട്ട് ഇതിനായിട്ട് ഇറങ്ങി വരുന്നുണ്ട്, ഇൻതൂസിയാസ്റ്റിക് ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അവർക്ക് ഭയങ്കര ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളൊരു മനോഭാവം. അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹസ്ബൻഡ്സിനെ ഞാൻ കാണുന്നുണ്ട്.
ഒട്ടുമിക്ക ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു 40, ഞാനിപ്പോൾ 41 വയസ്സേ, ഒരു 40 ഏജ് ഗ്രൂപ്പിലുള്ള വേറെ ഒത്തിരി കപ്പിൾസ് ആയിട്ടാണ് അവർ വരുന്നത്. പണ്ടൊക്കെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ പറഞ്ഞ രാഷ്ട്രീയം 60 വയസ്സ് 50 വയസ്സുള്ള ആണുങ്ങൾ മാത്രം, റിട്ടയർ ചെയ്തിരിക്കുന്ന വ്യക്തികൾ മാത്രം. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ഒത്തിരി യൂത്ത്സ്, ദേ ആർ മോർ എന്താണ്, അവർ വളരെ ഇന്റലിജന്റ് ആയിട്ട് കാര്യങ്ങൾ കാണുന്നവരും വളരെ അപ്ഡേറ്റഡ് ആണ്. ഒത്തിരി കാര്യങ്ങളിൽ ഒത്തിരി ഇതായിട്ട് പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഷോൺ റേസ് ചെയ്യുന്ന ഇഷ്യൂസും ഷോൺ ഉയർത്തി കാണിക്കുന്ന പ്രശ്നങ്ങളും ഈ പറഞ്ഞ പോലെ നാടിന്റെയും നാട്ടുകാരുടെയും ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യം ഒക്കെ മുൻനിർത്തിയിട്ടുള്ളതാണല്ലോ. ബേസിക് നീഡ്സ് ആണല്ലോ നമുക്ക് ഇവിടെ, നമ്മുടെ നാട്ടിൽ ബേസിക് നീഡ്സ് ആണ് വേണ്ടത്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഏതൊരു രാഷ്ട്രീയം ഞാൻ എൻ്റെ മനസ്സിലാക്കിയില്ല. ഞാൻ മുന്നണി UDF ആണെങ്കിലും LDF ആണെങ്കിലും ഞാൻ മനസ്സിലാക്കി, ഞാൻ എന്നും ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു 3-4 തവണ ഇവിടുന്ന് ഈരാറ്റുപേട്ട ടു ട്രിവാൻഡ്രം തന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ആസ് അലോൺ. ഞാനൊരു സ്ത്രീ എന്നുള്ളത്. നമുക്ക് ഇവിടുന്ന് എത്ര ടോയ്ലറ്റ്സ് കാണും, എത്ര ടോയ്ലറ്റ്സ് കാണും? എനിക്ക് എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത്രയും പാർട്ടികൾ ഇവിടെ ഭരിച്ചു, ഈ LDF-ഉം UDF-ഉം എല്ലാം. എൻ്റെ കോമൺ ഞാൻ വലിയ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, സ്ത്രീ സമത്വത്തെ പറ്റിയൊന്നും ഞാൻ പ്രസംഗിക്കുന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ സ്ത്രീകൾക്ക് മുലയൂട്ടാനായിട്ട് ഒരു ഫീഡിംഗ് റൂം ഞാൻ നല്ലത് കാണുന്നില്ല, ഒരു 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 ടോയ്ലറ്റ് കാണുന്നില്ല. അഥവാ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ പെട്രോൾ പമ്പിലെ ടോയ്ലറ്റ് ആയിരിക്കും, അത് വൃത്തിഹീനമായ ടോയ്ലറ്റാണ്. സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് ഈ ടോയ്ലറ്റ്സിനൊക്കെയാണ്. അത് അവർ ഉപയോഗിക്കും, ചിലതിനകത്ത് ലോക്ക് ചെയ്തിരിക്കും, ചിലത് വെള്ളം കാണില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡ്. ഇതൊക്കെ ഏതെങ്കിലും സ്കൂളുകളിലോ കോളേജിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും, ദിസ് ഇസ് ഓൾ കോമൺ നെസസറി തിങ്സ്. ഒരു സ്ത്രീയുടെ ശാക്തീകരണ വിമൻ എംപവർമെന്റ് ഒക്കെ ഇവിടെ ഒത്തിരി പേര് ഘോര പ്രസംഗിക്കുന്നവർ ആരും, ഞാനൊരു ലേഡീസിന് തന്നെ ഒരു ടോയ്ലറ്റ് ഞാൻ ഈ ഇവിടുന്ന് അവിടം വരെ യാത്ര ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ആദ്യം ഷോണിൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങളൊരു MLA ആയ ഫസ്റ്റ് നിങ്ങളൊരു നല്ല ടോയ്ലറ്റ് നിങ്ങൾ അല്ല വെക്കണമെന്ന് ഞാൻ പറയുന്നത്. എവിടെ പോയാലുമേ ബേസിക് നീഡ്സ് ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ കാര്യത്തിൽ ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളിലും ഈ പറയുന്ന പോലെ സെക്സ് എഡ്യൂക്കേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പഠിത്തം മാത്രം, എഡ്യൂക്കേഷൻ മാത്രം ഓറിയൻറ്റഡ് ആയിട്ടുള്ള, പെൺകുട്ടികൾക്ക് വേണ്ട മാർഷ്യൽ ആർട്സ്, അങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സ്കൂളിൻ തലത്തിൽ നിന്ന് തന്നെ അവർക്ക് കൊടുക്കാനുള്ള ഇത് ഒക്കെ ഇതൊക്കെ ഒരു കോമൺ. ഇതൊന്നും ഞാനെപ്പോഴും പറയും, വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും ഇത്രയും ജനറൽ ആയിട്ടുള്ള കുറെ നാടിന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീക്ക് എവിടെയെങ്കിലും സേഫ് ആയിട്ട് ഒരു ബസ് മിസ്സായാൽ, നമുക്ക് എവിടെ ഒരു ട്രെയിൻ മിസ്സായാൽ, നമുക്ക് ശരിയാ അകത്ത് സ്ത്രീകൾക്ക് തന്നെ വെയിറ്റിംഗ് ഇതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ പുറത്തൊരു ലോഡ്ജിൽ പോയി ചെന്ന് ഹോട്ടലിൽ റൂം എടുക്കാൻ പറ്റുമോ ഒരു സ്ത്രീ സേഫ് ആയിട്ടുള്ള KSRTC നല്ല ചുമ്മാ ഇരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. വേറെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്കൊന്ന് സ്റ്റേ ചെയ്യാൻ ഒരു ദിവസം സ്റ്റേ, അത് സ്ത്രീകൾ തന്നെ നടത്തുന്ന ഒരു സ്ഥാപനമായിരിക്കണം. അവർക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പുരുഷനെ കാണുന്നത് ബുദ്ധിമുട്ടായിരിക്കും, എങ്ങനെ വിശ്വസിക്കും? ഇതൊക്കെ നമ്മുടെ നാട്ടിനെ ഡെവലപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എനിക്കെപ്പോഴും ചിന്തയിൽ തോന്നിയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്ന ഐഡിയാസൊക്കെ ഞാൻ പറയാറുണ്ട് ഷോണിന്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നാട്ടിൽ വരണം എന്നുള്ള കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊരു ക്ലിപ്പ് കണ്ടിരുന്നു, കാനഡയിൽ നിന്ന് സപ്പോർട്ടുമായിട്ട് അതെ ഒത്തിരി പേര് അവര് വിളിച്ചു. അപ്പൊ ആ സമയത്ത് എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയെന്ന് പറയാൻ, നിങ്ങളുടെയൊക്കെ പാരന്റ്സ് നാട്ടിലുണ്ട്, അവര് സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതായിരുന്നു ഷോണിന്റെ ഒരു ചോദ്യം. ശരിക്കും എന്നെ അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തതാണ്. ഞാൻ കുറെ വർഷം പ്രവാസവുമായിട്ട് യൂറോപ്പിലായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു വ്യത്യാസവും നാട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കുള്ള വ്യത്യാസവും ആ നാട്ടിലെ ഇത് തമ്മിലുള്ള പിന്നെ ഓൾ പാരന്റ്സ്, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ പ്രായമായോ അച്ഛനമ്മമാരൊക്കെ ഒറ്റയ്ക്കാണ്. അവര് എല്ലാ മക്കളെല്ലാം പുറത്താണ്. എല്ലാവരും പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കാനും പറഞ്ഞൊരു ജീവിക്കാനും ഉള്ളത് എത്രപാടിലാണ്. എത്രയോ ഇവിടെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക വലിയ വീടുകളൊക്കെ കാലിയാണ്. എനിക്ക് തോന്നുന്നു ആരും തന്നെ ഇല്ല. വല്ലപ്പോഴും ഒരു ഓർമ്മ ദിവസം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു കുടുംബയോഗം വരുമ്പോഴോ അല്ലെങ്കിൽ ഓണം ക്രിസ്മസ് ഇവരൊക്കെ ഒത്തുകൂടുന്നത്. എനിക്കൊന്നും നമ്മുടെ നാട്ടിൽ ഇപ്പം എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരൊന്നും ഇല്ല. ഒരു പള്ളി കയറിയാൽ തന്നെ ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് വന്ന സമയത്ത് കുർബാന കൂടുന്ന സമയത്ത് പള്ളി പോകുന്ന സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ സൺഡേസിൽ ആരും, ഈ പറയുന്ന ഞാൻ പോലും ഐ ഹാർഡ്ലി ഗോ ടു
ചേർച്ച്. ഞാൻ സൺഡേസ് ചിലപ്പോൾ എനിക്ക് പോകാനുള്ള, ബിക്കോസ് വർക്ക് ചെയ്യുന്ന ഒരു വുമന് സംബന്ധിച്ച് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നവന് സൺഡേ എന്ന് പറയുന്ന അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയമായിരിക്കും. ഇതിനിടയ്ക്ക് അവർക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഹസ്ബൻഡിനോ കുട്ടികൾക്കോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അതായിരിക്കും. അതൊക്കെ മാറ്റി വെച്ച് നമുക്ക് പള്ളിയിൽ ചെന്നോ അമ്പലത്തിൽ ചെന്നോ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ഇല്ലേ? ഇപ്പം എല്ലാവരും ഭയങ്കര ഫാസ്റ്റ് ലൈഫാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പക്ഷേ ഞാൻ മനസ്സിലാക്കി ഇതിനെല്ലാം നമ്മൾ ഒരു സമയം കണ്ടെത്തുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.